निर्विशेष शून्यवादी पाश्चात्य देश तारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैता गदाधरा श्रीवासादि गौर भक्त वृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलं शुकमुखात् अमृतद्रव संयुतं पिबत भागवतं रसमालयम् मुहुरहो रसिका भुवि भावुकाः नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम्। कृष्णाय वासुदेवाय देवकी नंदनाय च नंदगोपकुमाराय गोविंदाय नमो नमः। हरे कृष्ण। ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 29-ാമത്തെ അധ്യായം നാരദനും പ്രാചീന ബർഹിസും തമ്മിലുള്ള സംവാദം. ശ്ലോകം 63 മുതൽ 67 വരെ വായിക്കാം. യഥാനുമീയതേ ചിത്തം ഉഭയൈരിന്ദ്രിയേ ഹിതൈഃ ഏവം പ്രാഗ്ദേഹജം കർമ്മ ലക്ഷ്യതേ ചിത്തവൃത്തിഭിഃ നാനുഭൂതം ക്വചാനേന ദേഹേനാദൃഷ്ടമശ്രുതം കഥാചിത് ഉപലഭ്യേത യദ്രൂപം യാദൃഗാത്മനി തേനാസ്യ താദൃശം രാജം ലിംഗിനോ ദേഹസംഭവം ശ്രദ്ധസ്വാനനുഭൂതോऽർത്ഥോ ന മനഃസ്രഷ്ടുമർഹതി മന ഏവ മനുഷ്യസ്യ പൂർവരൂപാണി ശംസതി ഭവിഷ്യതശ്ച ഭദ്രം തേ തഥൈവ ന ഭവിഷ്യതഃ അദൃഷ്ടമശ്രുതം ചാത്ര ക്വചിന്മനസി ദൃശ്യത്തെ യഥാ തഥാനുമന്തവ്യം ദേശകാലക്രിയാശ്രയം. വിവർത്തനമായിട്ടുള്ളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. രമാഭായി മാതാജി വായിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 4 അധ്യായം 29. നാരദനും പ്രാചീന ബർഹിസും തമ്മിലുള്ള സംവാദം. ശ്ലോകം 63. യദാനുമീയതേ ചിത്തം ഉഭയൈ ഇന്ദ്രിയേ ഹിതൈഃ ഏവം പ്രാഗ്ദേഹജം കർമ്മ ലക്ഷ്യതേ ചിത്തവൃത്തിഭിഃ. വർത്തനം: ഒരു വ്യക്തിക്ക് ഒരു ജീവസത്തയുടെ മാനസികാവസ്ഥ അഥവാ അവബോധാവസ്ഥ 2 തരം ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളാൽ അറിയാൻ കഴിയും: ജ്ഞാനേന്ദ്രിയങ്ങളുടെയും കർമ്മേന്ദ്രിയങ്ങളുടെയും. അതുപോലെ ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥയിൽ നിന്ന് അഥവാ അവബോധാവസ്ഥയിൽ നിന്ന് അവന്റെ കഴിഞ്ഞ ജീവിതത്തിലെ അവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കും. ശ്ലോകം 64. നാനുഭൂതം ക്വാച അനേനാ ദേഹേനാ ദൃഷ്ടമശ്രുതം കഥാചിതുപ ലഭ്യേത യദ്രൂപം യാദൃഗാത്മനി. വിവർത്തനം: ഈ ശരീരത്തിൽ നാം മുമ്പൊരിക്കലും കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ലാത്ത ചില അനുഭവങ്ങൾ ചിലപ്പോൾ വളരെ ആകസ്മികമായി ഉണ്ടാവും. ചില സമയങ്ങളിൽ അത്തരം അനുഭവങ്ങൾ നമുക്ക് സ്വപ്നങ്ങളിൽ ദൃശ്യമാകും. ശ്ലോകം 65. തേനാസ്യാസ്താദൃശം രാജ്യം ലിംഗിനോ ദേഹസംഭവം ശ്രദ്ധസ്വാൻ അനുഭൂതോർത്തോ ന മനഃസ്പൃഷ്ടുമർഹതി.
വർത്തനം. ആയതിനാൽ എന്റെ പ്രിയപ്പെട്ട രാജാവേ, സൂക്ഷ്മമായ മാനസികാവരണമുള്ള ജീവസത്ത അവന്റെ മുൻ ജീവിതം നിമിത്തമായി എല്ലാത്തരം ചിന്തകളുടെയും പ്രതിച്ഛായകളെയും വളർത്തുന്നു. എന്നിൽ നിന്ന് ഇത് ഉറപ്പാക്കുക. മുൻ ശരീരത്തിൽ അനുഭവിക്കാത്ത ഒരു കാര്യവും മനസ്സ് വെറുതെ കെട്ടിച്ചമയ്ക്കാൻ ഒരു സാധ്യതയുമില്ല. ശ്ലോകം 66. മന ഏവ മനുഷ്യസ്യ പൂർവരൂപാണി ശംസതി ഭവിഷ്യതശ്ച ഭദ്രം തേ തദൈവ ന ഭവിഷ്യത. വർത്തനം. അല്ലയോ രാജാവേ, നിനക്ക് എല്ലാ സൗഭാഗ്യങ്ങളും നേരുന്നു. ജീവസത്ത ഭൗതിക പ്രകൃതിയുമായുള്ള അവന്റെ സഹവാസത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക തരത്തിലുള്ള ശരീരം നേടുന്നതിന്റെ കാരണം മനസ്സാണ്. ഒരു ജീവസത്ത അവന്റെ കഴിഞ്ഞ ജീവിതത്തിൽ എന്തായിരുന്നു എന്നും വരുംകാല ജീവിതത്തിൽ അവന് ഏതു തരത്തിലുള്ള ജീവിതമായിരിക്കുമെന്നും അവന്റെ ഇപ്പോഴത്തെ മാനസിക നില നിരീക്ഷിച്ച് ഒരുവന് മനസ്സിലാക്കാവുന്നതാണ്. അപ്രകാരം മനസ്സ് ഭൂതഭാവി ശരീരങ്ങളുടെ സൂചന നൽകുന്നു. ശ്ലോകം 67. അദൃഷ്ടമശ്രുതം ഛാത്ര ക്വചിന്മനസി ദൃശ്യതേ യഥാ തദാനുമന്തവ്യം ദേശകാലക്രിയാശ്രയം. വർത്തനം. ചിലപ്പോൾ ഈ ജീവിതത്തിൽ മുമ്പ് അനുഭവിച്ചിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമെന്ന് തോന്നിക്കുന്ന പലതും ഒരു സ്വപ്നത്തിൽ നാം കാണും. പക്ഷേ ആ സംഭവങ്ങളെല്ലാം വ്യത്യസ്ത സ്ഥലകാലങ്ങളിലും സാഹചര്യങ്ങളിലും നാം മുമ്പേ അനുഭവിച്ചിട്ടുള്ളതായിരിക്കും. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. പ്രജീന ബർഹിഷത്ത് ഒരു സാമാന്യമായിട്ടുള്ള ചോദ്യം നാരദ മഹർഷിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പൂർവജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് ഒരു വ്യക്തി അടുത്ത ജന്മം സ്വീകരിക്കുന്നത്. ഒരു വ്യക്തി ഇപ്പോൾ അനുഭവിക്കുന്ന കാര്യങ്ങളെല്ലാം പൂർവജന്മത്തിന്റെ തുടർച്ചയാണ് എന്ന് ഞാൻ വേദങ്ങളിൽ നിന്നും അറിവുള്ള വ്യക്തികളിൽ നിന്നും കേട്ടറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെ മനസ്സിലാക്കും? എങ്ങനെയാണ് ഒരു വ്യക്തി പൂർണ്ണമായും മരിച്ചു പോയതിനു ശേഷം അടുത്ത ശരീരത്തിലേക്ക് ആ പൂർവജന്മ കർമ്മങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്? എങ്ങനെയാണ് പൂർവജന്മ കർമ്മങ്ങളൊക്കെ ഓർക്കുന്നത്? പൂർവജന്മത്തിൽ ചെയ്തിട്ടുള്ള കർമ്മങ്ങളൊക്കെ വീണ്ടും അടുത്ത ജന്മത്തിൽ എങ്ങനെയാണ് ഒരു വ്യക്തിയെ ബാധിക്കുന്നത്? അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? കാരണം ഒരു വ്യക്തി മരിച്ചുപോയി, പിന്നെ ഒന്നും ബാക്കിയില്ല, പിന്നെ എങ്ങനെയാണ് അത് സംഭവിക്കുന്നത് എന്ന് പ്രാചീന പരീക്ഷത്ത് ഒരു സാധാരണ സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, ഒരു വ്യക്തി മരിക്കുന്ന സമയത്ത് എല്ലാം നശിച്ചു പോകുന്നില്ല. ആ വ്യക്തിയുടെ പുറമേ കാണുന്ന സ്ഥൂല ശരീരം മാത്രമേ നശിച്ചു പോകുന്നുള്ളൂ. ആ വ്യക്തിയുടെ സൂക്ഷ്മമായിട്ടുള്ള ശരീരം, കാണാൻ കഴിയാത്ത ശരീരം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഈ ഒരു ശരീരം, ഈ ഒരു ആവരണം ഒരിക്കലും നശിച്ചു പോകുന്നില്ല എന്നാണ് പറഞ്ഞത്. അത് ഒരിക്കലും മാറാത്തതാണ്, നശിച്ചു പോകാത്തതാണ്. ആ സൂക്ഷ്മ ശരീരത്തിന്റെ പൂർവ കർമ്മങ്ങളുടെ സംസ്കാരം അനുസരിച്ചാണ്, അതിന്റെ വാസനകൾക്കനുസരിച്ചാണ് പുതിയൊരു ശരീരത്തിൽ ആ ജീവാത്മാവ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ പൂർവജന്മത്തിന്റെ തുടർച്ചയ്ക്ക് കാരണമാകുന്നത്, ആ തുടർച്ചയെക്കുറിച്ചുള്ള ഓർമ്മ നൽകുന്നത് ആ സൂക്ഷ്മ ശരീരമാണ്. പ്രധാനമായിട്ടും മനസ്സ് ഉൾപ്പെടെയുള്ള സൂക്ഷ്മ ശരീരമാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അപ്പോൾ ആ മനസ്സിനെ ഒരിക്കലും കാണാൻ സാധിക്കുകയില്ല. മനസ്സിനെ എങ്ങനെയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? മനസ്സ് ഏത് നിലവാരത്തിലാണുള്ളത്? എന്തെല്ലാം പൂർവ്വ കർമ്മങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്? നമ്മുടെ പൂർവ്വ കർമ്മങ്ങൾ നല്ലതായിരുന്നോ, ചീത്തയായിരുന്നോ? ഏത് നിലവാരത്തിലായിരുന്നു നമ്മൾ പ്രവർത്തിച്ചിരുന്നത് എന്നെങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? കാരണം മനസ്സിനെ നമ്മൾക്ക് ഒരിക്കലും കാണാൻ സാധിക്കാത്തതാണ്. അതിന് മറുപടിയാണ് നാരദ മഹർഷി ഇവിടെ പറയുന്നത്. നമ്മൾക്ക് മനസ്സിനെ കാണാൻ സാധിക്കുന്നില്ലെങ്കിലും മനസ്സിന്റെ പ്രവർത്തനങ്ങൾ, മനസ്സിന്റെ അവസ്ഥ ഒരു വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും ആ വ്യക്തിയുടെ ഇന്ദ്രിയങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ടും മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ്. ഒരു വ്യക്തിയുടെ ഇന്ദ്രിയങ്ങളിൽ, ഒരു വ്യക്തിയുടെ ശരീരത്തിൽ മനസ്സിന്റെ അവസ്ഥ പ്രതിഫലിച്ച് കാണുമെന്നാണ് പറയുന്നത്. അങ്ങനെ നമുക്ക് മനസ്സിന്റെ അവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കും.
മനസ്സിൽ എന്ത് മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ അത് ശരീരത്തിലേക്ക് വ്യാപിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. മനസ്സിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ ശരീരത്തിലും അതിന്റെ പ്രതിഫലനങ്ങൾ കാണാൻ സാധിക്കും. ഒരു വ്യക്തിക്ക് മനസ്സിൽ കോപം ഉണ്ടായി കഴിഞ്ഞാൽ, ദേഷ്യം ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ മാറ്റങ്ങൾ പെട്ടെന്ന് തന്നെ ശരീരത്തിലുണ്ടാകും. അല്ലെ, അദ്ദേഹത്തിന്റെ മുഖത്ത് ആ ദേഷ്യം പ്രകടമായിട്ട് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. ദേഷ്യം പിടിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ എന്താണ് കാണുന്നത്? ആ ശരീരത്തിലുള്ള ദേഷ്യം വന്നാൽ ഉണ്ടാകുന്ന ശരീരത്തിലെ മാറ്റമാണ് നമ്മൾ കാണുന്നത്. ദേഷ്യം എവിടെയാണ് ഉണ്ടായിട്ടുള്ളത്? ദേഷ്യം മനസ്സിലാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ മനസ്സ് നേരിട്ട് കാണാൻ സാധിക്കുന്നില്ലെങ്കിലും മനസ്സിലുണ്ടാവുന്ന മാറ്റം ശരീരത്തിലേക്ക് പ്രതിഫലിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിനെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. മനസ്സിൽ എന്തൊക്കെ മാറ്റം ഉണ്ടായി കഴിഞ്ഞാലും അതെല്ലാം ശരീരത്തിൽ പ്രതിഫലിച്ച് കാണുമെന്നാണ് ഇവിടെ നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെയാണ് ഒരു വ്യക്തിയുടെ മനസ്സിന്റെ അവസ്ഥ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അർജുനന് യുദ്ധഭൂമിയിൽ വെച്ച് വലിയൊരു മാറ്റമുണ്ടായി. പെട്ടെന്ന് അദ്ദേഹത്തിന് കൃപയാ പരയാവിഷ്ടം, കൃപ, മറ്റുള്ളവരോടുള്ള ദയ, കാരുണ്യം ബാധിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വലിയ മാറ്റമുണ്ടായി. അത് അർജുനൻ തന്നെ തുറന്നു പറയുന്നുണ്ട്. കൃപയാ പരയാവിഷ്ടോ വിഷീതന്യതം അബ്രവീത് ദേവദുശ്യ ശരീരമേ രോമഹർഷശ്ച ജായതേ കാണ്ഡീവം സംസദേ ഹസ്താ ത്വച്ചൈവ പരിദഹ്യ നചശക്നോമ്യവസ്ഥാതും ഭ്രമദീവചമേമന. എന്റെ മനസ്സിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അത് ശരീരത്തിലേക്കും ആ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ശരീരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ട് മനസ്സിന്റെ ആ അവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് നാരദ മഹർഷി പറയുന്നത്. മറ്റൊരു കാര്യം നാരദ മഹർഷി 64-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, ഈ ജന്മത്തിൽ നമ്മൾക്ക് മനസ്സിൽ തോന്നുന്ന വികാരങ്ങൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ അതെല്ലാം ആ ജന്മത്തിൽ തന്നെ ഉണ്ടായതായിക്കൊള്ളണമെന്നില്ല. പൂർവജന്മത്തിലെ അനുഭവങ്ങളും ചിലപ്പോൾ നമ്മൾക്ക് ചില പ്രത്യേക സമയത്ത് അനുഭവപ്പെടാറുണ്ട് എന്നാണ് പറയുന്നത്. ചില ആളുകൾ അസുഖമൊക്കെ പിടിച്ച് കടുത്ത പനിയൊക്കെ പിടിച്ച് കിടക്കുന്ന സമയത്ത് അതുവരെ കാണാത്ത കാഴ്ചകളും അതുവരെ അനുഭവിക്കാത്ത അനുഭവങ്ങളിലൂടെ മനസ്സ് കടന്നു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ആ അനുഭവങ്ങളൊക്കെ എവിടെ നിന്നുണ്ടായതാണ്? അത് ഈ ജന്മത്തിൽ അങ്ങനെ ഒരു അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല. ഈ ജന്മത്തിൽ കാണാത്ത കാഴ്ചകളൊക്കെയാണ് ആ വ്യക്തി കാണുന്നത്. ചിലപ്പോൾ സ്വപ്നത്തിലും അങ്ങനെ കാണാം. ഈ ജന്മത്തിൽ നമ്മൾ ഒരിക്കലും കാണാത്ത ഒരു സ്ഥലം, അല്ലെങ്കിൽ കാണാത്ത രൂപങ്ങൾ, അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടാകാത്ത അനുഭവം സ്വപ്നത്തിൽ പറന്നു നടക്കുന്നതായിട്ടൊക്കെ തോന്നാം. അപ്പോൾ സ്വപ്നത്തിൽ നമ്മൾ ഈ ജന്മത്തിൽ ഒരിക്കലും പറന്നു നടന്നിട്ടില്ല. പക്ഷെ സ്വപ്നത്തിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ പറക്കുന്നതായിട്ടുള്ള അനുഭവം ഉണ്ടാകും. അത് വെറുതെ കാഴ്ച മാത്രമല്ല, ഒരു അനുഭവം ഉണ്ടാകും. അപ്പോൾ ആ അനുഭവം എവിടെ നിന്നാണ് ഉണ്ടായത്? ആ പൂർവ്വജന്മത്തിൽ ആ വ്യക്തി പറന്നു നടന്നിട്ടുണ്ടാകും. അല്ലെ, ഗന്ധർവന്മാരായിട്ടോ കിന്നരന്മാരായിട്ടോ ഒക്കെ പറന്നു നടന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ പക്ഷികളായിട്ട് പറന്നു നടന്നിട്ടുണ്ടാകും. ആ ഒരു അനുഭവം ഈ ജന്മത്തിൽ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നാരദ മഹർഷി പറയുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്. മനസ്സിന് സ്വന്തമായിട്ടൊന്നും സൃഷ്ടിക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. മനസ്സിന് സ്വന്തമായിട്ടൊന്നും സൃഷ്ടിക്കാൻ സാധിക്കുകയില്ല. അതെല്ലാം പൂർവജന്മ അനുഭവങ്ങളാണ് ഈ മനസ്സിനുണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. നമ്മൾ എന്തെല്ലാം മനസ്സിലൂടെ അനുഭവിക്കുന്നു അതൊന്നും മനസ്സ് സ്വന്തമായിട്ട് സൃഷ്ടിച്ചതല്ല. പൂർവജന്മത്തിലെ അനുഭവങ്ങളാണ് വീണ്ടും വീണ്ടും ഈ ജന്മത്തിൽ നമ്മൾക്ക് വ്യത്യസ്ത അനുഭവങ്ങളായിട്ട് പുറത്തേക്ക് വരുന്നത്. ചില ആളുകൾക്ക് ചില പ്രത്യേക സ്ഥലത്ത് പോകുന്ന സമയത്ത് വല്ലാതെ ഭയമുണ്ടാകും. ചില ആളുകൾക്ക് സമുദ്രത്തിന്റെ തീരത്ത് കടൽക്കരയിലൊക്കെ പോകുന്ന സമയത്ത് വലിയ പേടിയുണ്ടാകും. അല്ലെങ്കിൽ വെള്ളം കാണുന്ന സമയത്ത് പേടിയുണ്ടാകും. അല്ലെങ്കിൽ ചില ആളുകൾക്ക് വലിയ ഉയരത്തിലേക്ക് കയറുന്ന സമയത്ത് വല്ലാതെ ഭയമുണ്ടാകും. ചില ആളുകൾക്ക് എന്തെങ്കിലും പ്രാണികളെ, പല്ലി, പാറ്റ, അങ്ങനെയുള്ള വീട്ടിലുള്ള പ്രാണികളെ, ജീവികളൊക്കെ കാണുന്ന സമയത്ത് വല്ലാത്ത ഉത്കണ്ഠ ഉണ്ടാകും, ഭയമുണ്ടാകും. അതൊക്കെ ഇങ്ങനെയുള്ള വികാര വിക്ഷോഭങ്ങൾ ഒക്കെ എവിടുന്ന് വന്നിട്ടുള്ളതാണ്? അതൊക്കെ പൂർവ്വജന്മത്തിൽ എന്തോ അനുഭവം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് വരുന്നതാണ്. അല്ലെ, ചിലപ്പോൾ ആ വ്യക്തി ഏതോ ഒരു ജന്മത്തിൽ വെള്ളത്തിൽ വീണ് മരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് വെള്ളത്തിന്റെ അടുത്തേക്ക് പോകാൻ വലിയ ഭയമുണ്ടാകും. ഏതെങ്കിലും ഉയരത്തിൽ നിന്നൊക്കെ
മരത്തിന്റെ മുകളിൽ നിന്ന് അല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നൊക്കെ വീണ് മരിച്ചിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ വീണ്ടും ഒരു ഉയരത്തിലേക്ക് കയറുന്ന സമയത്ത് ആ വ്യക്തിക്ക് വല്ലാതെ ഭയചകിതനാകും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രാണിയുടെ ഉപദ്രവം, ചിലപ്പോൾ നരകീയ ലോകങ്ങളിൽ ചില ജീവികളുടെ ഉപദ്രവം ഉണ്ടായിട്ടുണ്ടാവും. അതൊക്കെ ആ വ്യക്തിയുടെ മനസ്സിൽ ഒരു സംസ്കാരമായിട്ട് രൂപം കൊണ്ടിട്ടുണ്ടാവും. അതൊക്കെ പ്രത്യേകമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങൾക്ക് കാരണമാണ്, ചിലപ്പോൾ ഭയത്തിന് കാരണമാകും. ഇതെല്ലാം ഈ ജന്മത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യമല്ല, പൂർവ്വജന്മത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യമാണ്. മനസ്സിൽ വ്യത്യസ്ത അനുഭവങ്ങളായിട്ട്, ഭയമായിട്ടും സന്തോഷമായിട്ടും ഇഷ്ടമായിട്ടും അനിഷ്ടമായിട്ടും ഒക്കെ വരുന്നത്. ചില ആളുകൾക്ക് ചില പ്രത്യേക സ്ഥലത്ത് പോയിരിക്കുമ്പോൾ വലിയ സമാധാനം ഉണ്ടാകും. ചില ആളുകൾക്ക് ചില പ്രത്യേക സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ വലിയ അസ്വസ്ഥത ഉണ്ടാകും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ച് പറയാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ സാധിക്കില്ല. അപ്പോൾ അത് ആ മനസ്സിലുള്ള അനുഭവമാണ്, പൂർവ്വജന്മത്തിലുള്ള അനുഭവമാണ് ഈ ജന്മത്തിൽ അസ്വസ്ഥതകളായിട്ടോ ഉത്കണ്ഠകളായിട്ടോ ഭയമായിട്ടോ അല്ലെങ്കിൽ വളരെ സന്തോഷമായിട്ടോ ഒക്കെ തോന്നുന്നത്. അപ്പൊ സ്വന്തമായിട്ട് മനസ്സൊന്നും സൃഷ്ടിക്കുന്നില്ല, എല്ലാം പൂർവ്വജന്മത്തിൽ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ് ഈ ജന്മത്തിലും ആ മനസ്സിലൊരു സംസ്കാരമായിട്ട് വരുന്നത് എന്ന് നാരദ മഹർഷി പറഞ്ഞു. അപ്പോൾ ഈ ജന്മത്തിൽ ഇല്ലാത്ത അനുഭവങ്ങൾ മനസ്സിലൂടെ നമ്മൾ അനുഭവിക്കുന്ന സമയത്ത് അത് പൂർവ്വജന്മത്തിന്റെ ലക്ഷണമാണ്. അങ്ങനെ നമ്മൾക്ക് പൂർവ്വജന്മത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് നാരദ മഹർഷി പറയുന്നത്. ഈ ജന്മത്തിൽ അനുഭവിക്കാത്ത കാര്യങ്ങൾ, കാണാത്ത കാഴ്ചകൾ ഒക്കെ മനസ്സിലൂടെ കാണുന്ന സമയത്ത് അത് പൂർവ്വജന്മത്തിൽ അനുഭവിച്ചിട്ടുള്ളതാണെന്നാണ്. മനസ്സ് വെറുതെ ഒന്നും കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്നതല്ല. ആ ജീവാത്മാവ് പൂർവ്വജന്മത്തിൽ അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ നല്ല സാത്വിക ഗുണത്തിൽ ഉള്ള കുട്ടിയായിട്ട് ജനിക്കുന്നതായിട്ട് കാണാം. നല്ല സാത്വിക സ്വഭാവങ്ങൾ. ചിലപ്പോൾ ചില കുട്ടികളിൽ മോശമായിട്ടുള്ള സ്വഭാവങ്ങൾ ചെറുപ്പത്തിൽ തന്നെ കാണാം. ചെറുപ്പത്തിൽ ചിലപ്പോൾ കുട്ടികൾക്ക് എല്ലാ സ്വഭാവവും പൂർണ്ണമായിട്ടും പുറത്ത് പ്രകടിപ്പിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്. പൂർണ്ണമായിട്ടുള്ള വളർച്ച എത്തുന്ന സമയത്ത് മാത്രമേ ആ സ്വഭാവങ്ങളൊക്കെ പുറത്തു വരുന്നുള്ളൂ. നമ്മൾ സാധാരണ പറയാറുണ്ട്, കുട്ടികളെല്ലാം നിഷ്കളങ്കരാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ആവുന്നില്ല. പൂർവ്വജന്മത്തിന്റെ തുടർച്ച തന്നെയാണ് ഓരോ ശരീരവും. കുട്ടികളാവുന്ന സമയത്ത് അവർക്ക് അവരുടെ സ്വഭാവം പൂർണ്ണമായിട്ടും പ്രകടിപ്പിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് അവരുടെ സ്വഭാവം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് വേർതിരിച്ചറിയാൻ സാധിക്കാതെ. അപ്പോൾ ഒരു വ്യക്തി പൂർവ്വജന്മത്തിൽ ആസുരികമായിട്ടുള്ള സ്വഭാവത്തോടു കൂടിയാണ് മരിച്ചതെങ്കിൽ ഈ ജന്മത്തിലും അതിന്റെ ആസുരിക സ്വഭാവങ്ങൾ ഉണ്ടാകും. ചെറുപ്പത്തിൽ നമുക്ക് അങ്ങനെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. പക്ഷെ സ്വന്തമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന സമയത്ത് ആ വ്യക്തിയുടെ സ്വഭാവം പൂർണ്ണമായിട്ടും പ്രകടിപ്പിക്കും. സ്വഭാവം നേരത്തെ തന്നെയുണ്ട്. പൂർവാർജിത സ്വഭാവങ്ങൾ ആ കുട്ടികളിൽ പ്രകടമായിട്ട് നമ്മൾക്ക് കാണാം. അതിന് ജന്മവാസന എന്ന് പറയും. ചില കുട്ടികൾക്ക് പ്രത്യേക കഴിവുകൾ ഉണ്ടാവും. നല്ലവണ്ണം പാടാനുള്ള കഴിവുണ്ടാവും, നല്ലവണ്ണം ചിത്രം വരയ്ക്കാനുള്ള കഴിവുണ്ടാവും, അല്ലെങ്കിൽ ശ്ലോകങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കുന്നുണ്ടാവും. അതെങ്ങനെയാണ് ചില കുട്ടികൾക്ക് മാത്രം അങ്ങനെ കഴിവുകൾ ഉണ്ടാവുന്നത്? പൂർവാർജിതമായിട്ടുള്ള സ്വഭാവമാണ്. പൂർവ്വജന്മത്തിൽ അത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, പൂർവ്വജന്മത്തിൽ അത് പഠിച്ചിട്ടുണ്ട്. ഓരോ കുട്ടികൾക്കും വ്യത്യസ്തമായിട്ടുള്ള കഴിവുകൾ ലഭിക്കുന്നത് ആ പൂർവ്വജന്മത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളിലൂടെയാണ് എന്ന് പറയും. അപ്പോൾ സ്വഭാവങ്ങളൊക്കെ ജനിക്കുമ്പോൾ തന്നെ ഉള്ളതാണ് എന്ന് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്. അർജുന, നീ നല്ല സ്വഭാവത്തോടുകൂടി, ദൈവികമായിട്ടുള്ള സ്വഭാവത്തോടുകൂടി ജനിച്ചവനാണ്, അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് ദേവാസുര ഭാവങ്ങൾ എന്നുള്ള അധ്യായത്തിൽ ഭഗവാൻ അർജുനോട് പറയുന്നുണ്ട്. 5-ാമത്തെ ശ്ലോകത്തിൽ മാശുജ സമ്പദം ദൈവി അഭിജാതോസി പാണ്ഡവ, നീ സദ്ഗുണങ്ങളോടുകൂടി ജനിച്ചവനാണ് എന്നാണ് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് സദ്ഗുണങ്ങളോട് കൂടി ജനിക്കുന്നത്? പൂർവ്വജന്മത്തിൽ ആ സദ്ഗുണങ്ങൾ ആർജിച്ചിട്ടുണ്ട്. അല്ലെ, ആദ്യമായിട്ട് എല്ലാം ജീവാത്മാവും പുതുതായിട്ടാണ് ജനിക്കുന്നതെങ്കിൽ അതിന് പൂർവ്വജന്മം ഒന്നും ഇല്ലെങ്കിൽ എങ്ങനെയാണ് വ്യത്യസ്ത ജീവജാലങ്ങളായിട്ട് ജനിക്കുന്നത്? എങ്ങനെയാണ് വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള വ്യക്തികളായിട്ട് ജനിക്കുന്നത്? എങ്ങനെയാണ് വ്യത്യസ്ത അനുഭവങ്ങൾ ആ ജീവാത്മാവിനുണ്ടാകുന്നത്? ഇതെല്ലാം പൂർവാർജിതമായിട്ടുള്ള പൂർവ്വജന്മത്തിലെ അനുഭവങ്ങളാണ് ഈ ജന്മത്തിലെ സംസ്കാരമായിട്ട് വരുന്നതും ആ സ്വഭാവങ്ങളാണ് ഈ ജന്മത്തിൽ പ്രതിഫലിക്കുന്നത്
എന്ന് നാരദ മഹർഷി പറഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളോടെ, ഈ ജന്മത്തിൽ ഇല്ലാത്ത അനുഭവങ്ങൾ നമ്മൾക്ക് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾക്ക് അത് പൂർവ്വജന്മത്തിലെ അനുഭവമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് വെച്ച് അടുത്ത ജന്മം എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് നാരദ മഹർഷിയുടെ പറയുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് വരുന്ന ജന്മം എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ജന്മത്തിലുള്ള ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ അനുസരിച്ചാണ് അടുത്ത ജന്മം തീരുമാനിക്കപ്പെടുന്നത് എന്നാണ് പറയുന്നത്. ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ വളരെ സാത്വികമായിട്ടുള്ള ഗുണത്തിലുള്ളതാണെങ്കിൽ ആ വ്യക്തി ഉയർന്ന ലോകങ്ങളിലേക്ക് പോകും, ദേവന്മാരുടെ ശരീരത്തിലേക്കാണ് പോകുന്നത്. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഊർധ്വം ഗച്ഛന്തി സത്വസ്ഥ മധ്യേ തിഷ്ഠന്തി രാജസ ജഗന്യ ഗുണവൃത്തിസ്തോ അധോ ഗച്ഛന്തി താമസ. അപ്പൊ മനസ്സിന്റെ നിലവാരം അനുസരിച്ചാണ് ഒരു വ്യക്തി ഉയർന്ന ലോകങ്ങളിലേക്ക് പോകുന്നതും അല്ലെങ്കിൽ ഇവിടെ തന്നെ നിൽക്കുന്നതും. മധ്യേ തിഷ്ഠന്തി രാജസ, രജോ ഗുണത്തിലുള്ള മനസ്സാണെങ്കിൽ ആ വ്യക്തി മനുഷ്യരുടെ സമൂഹത്തിൽ തന്നെ ജനിക്കും. ഇനി തമോ ഗുണത്തിലുള്ള മനസ്സാണെങ്കിൽ, കാമക്രോധങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ള മനസ്സാണെങ്കിൽ, തമോ ഗുണത്തിലുള്ള പ്രവൃത്തികളാണ് ചെയ്യുന്നതെങ്കിൽ, മനുഷ്യ നിലവാരത്തിൽ നിന്ന് താഴ്ന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ, അധോ ഗച്ഛന്തി താമസ, അവർക്ക് മൂഢയോനിഷു ജായതേ, അവർ മൃഗങ്ങളായിട്ട് ജനിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ ഇപ്പോഴുള്ള മനസ്സനുസരിച്ച് നമ്മൾക്ക് എങ്ങോട്ടാണ് ഈ വ്യക്തി പോകുന്നത്, അടുത്ത ജന്മം എന്തായിരിക്കും എന്ന് പറയാൻ സാധിക്കും. പൂർവ്വജന്മത്തിൽ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ചെറുപ്പത്തിൽ തന്നെ സാത്വിക സ്വഭാവം കാണിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ വ്യക്തി പൂർവ്വജന്മത്തിൽ ഒരുപാട് പുണ്യപ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഭക്തി സേവനം ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് പെട്ടെന്ന് തന്നെ ചെറുപ്പത്തിൽ തന്നെ പുണ്യപ്രവൃത്തികളിലേക്ക് ആകർഷിതനാകുന്നത്. ചുറ്റുപാടുമുള്ള ആളുകളൊക്കെ മോശമായിട്ടുള്ള പ്രവൃത്തി ചെയ്താലും ആ വ്യക്തി നല്ല പ്രവൃത്തികളിലേക്ക് ആകർഷിതനാകും. അപ്പോൾ സാഹചര്യം മാത്രമല്ല ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ നിർണ്ണയിക്കുന്നത്. ഏത് സാഹചര്യത്തിൽ വളർന്ന വ്യക്തികളും വ്യത്യസ്ത സ്വഭാവങ്ങൾ കാണിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഒരേ സാഹചര്യത്തിൽ വളർന്ന കുട്ടികളാണ്, പക്ഷെ സ്വഭാവം വ്യത്യസ്ത രീതിയിൽ വികസിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. നമ്മുടെ ശാസ്ത്രം, ആധുനികമായിട്ടുള്ള സയൻസ് പറയുന്നത് സാഹചര്യം കൊണ്ടാണ് ആ കുട്ടിയുടെ സ്വഭാവം മാറുന്നത്. സാഹചര്യം മാത്രമല്ല, ആ വ്യക്തിയുടെ പൂർവാർജിത സ്വഭാവം കൂടിയുണ്ട്. പൂർവാർജിത സ്വഭാവത്തിനനുസരിച്ച് ആ കുട്ടിക്ക് ചെറുപ്പത്തിൽ തന്നെ സ്വഭാവത്തിന്റെ സൂചനകൾ സത് സ്വഭാവമാണോ സാത്വിക ഗുണമാണോ എന്നൊക്കെ നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ സാത്വിക സ്വഭാവം ചെറുപ്പത്തിലേ ഉണ്ടെങ്കിൽ പൂർവ്വജന്മത്തിൽ സാത്വികമായിട്ടുള്ള പ്രവൃത്തികളൊക്കെ ചെയ്തിട്ടുണ്ട്. രജോ ഗുണമാണ് ചെറുപ്പത്തിൽ തന്നെ ഉള്ളതെങ്കിൽ അതിനനുസരിച്ചുള്ള ജീവിതമായിരുന്നു. തമോ ഗുണത്തിലുള്ളതാണെങ്കിൽ ആ വ്യക്തി പൂർവ്വജന്മത്തിൽ താഴ്ന്ന തരം ശരീരങ്ങളിലുള്ളതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒരേ സ്ഥലത്ത് നിന്നല്ല വന്നിട്ടുള്ളത്, എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള ജീവാത്മാക്കളാണ്. അതുകൊണ്ടാണ് അവർ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നതും ഇനി ആ സ്വഭാവം അടുത്ത ശരീരത്തിലേക്ക് കൊണ്ടുപോകുന്നതും എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിനെല്ലാം കാരണം മനസ്സാണ് എന്നാണ് നാരദ മഹർഷിയുടെ അവസാനമായിട്ട് പറയുന്നത്. ഇതെല്ലാം മനസ്സാണ് തീരുമാനിക്കുന്നത് അടുത്ത ജന്മം എന്തായിരിക്കണം എന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ ആ മനസ്സിനെ എന്ത് ചെയ്യണം, എങ്ങനെ മനസ്സിനെ ഏറ്റവും ശുദ്ധമാക്കി മാറ്റാം എന്ന അടുത്ത ശ്ലോകങ്ങളിൽ നാരദ മഹർഷി പറയുന്നുണ്ട്. അത് നമ്മൾക്ക് അടുത്ത ദിവസം നോക്കാം. നമുക്ക് നാമജപം തുടരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹേമലത മാതാജി ജപിച്ചോ. जय कृष्ण चैतन्य प्रभो नित्यानंदा श्री अद्वैत गदाधर श्रीवासुदेव हरे कृष्ण हरे कृष्ण